ഇതിന്റെ തഫ്സീറിൽ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാം, ധാരാളം വേറെയും വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിഷേധിച്ചാൽ അവൻ മുഹമ്മദ് നബിയെ മൊത്തം നിഷേധിച്ച കാഫിറാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിഷേധിച്ചവരെ പറ്റി അള്ളാഹ് എന്തിന് എല്ലാ അമ്പിയാക്കളെയും നിഷേധിച്ചു? അവർ അമ്പിയാക്കളെ കണ്ടിട്ട് പോലുമില്ല. നൂഹ് നബിക്ക് ശേഷം വന്ന അമ്പിയാക്കളെ അവർ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എല്ലാ നബിമാരെയും നിഷേധിച്ച കാഫിറുകളാണവർ. ഇനി കേട്ടോളൂ, ഇസ്ലാമിന്റെ അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നതറിയോ? മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ്, സഹിഹായ ഹദീസ്, അത് നിഷേധിക്കുന്നവൻ നബിയെ നിഷേധിച്ചു കാഫിറായി. സഹീഹുൽ ബുഖാരിയിലെ ഒരു റിപ്പോർട്ടറുടെ ഹദീസ്, ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഹദീസ് ഗ്രന്ഥത്തിലെ മേലെയുള്ള ഹദീസ് ബുഖാരിയിലെ, അത് റിപ്പോർട്ട് ചെയ്ത അതേ ആള് താഴെ വേറൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഇത് സ്വീകാര്യവും ഇത് സ്വീകാര്യവുമല്ല. ഒരാൾക്ക് മേലെ ഏതൊരു ഹദീസ് റിപ്പോർട്ടർ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തോ അത് സ്വീകാര്യം, അതേ ഹദീസ് റിപ്പോർട്ടർ താഴെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വീകാര്യമല്ല. ഇമാം ബുഖാരിയിൽ നിന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചാൽ അയാൾ കാഫിറാണ്, ഇസ്ലാം എന്ന് അയാൾ പുറത്തുപോയി. പിന്നെ അയാൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, ബുഖാരിയിലെ മറ്റേ ഹദീസ് സ്വീകരിച്ചിട്ട് കാര്യമില്ല, മുസ്ലിമിലെ വേറെ ഹദീസ് സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഉറപ്പ് അയാൾ ഇസ്ലാം എന്ന് ടോട്ടൽ. അയാൾ പിന്നെ മുസ്ലിമായി എണ്ണാൻ പറ്റില്ല. അയാൾ ഒരുപക്ഷെ സുല്ലമിയാവാം, ഒരുപക്ഷെ ഫാറൂഖിയാവാം, ഒരുപക്ഷെ സെലഫിയാകാം, ഒരുപക്ഷെ മദനിയാവാം, ഒരുപക്ഷെ വേറെ ഏതെങ്കിലും എന്ത് ഡിഗ്രി ആവട്ടെ, എന്ത് ഡിഗ്രി ആവട്ടെ, എന്ത് ഡിഗ്രി ആയിട്ടുണ്ടായിരുന്നു ഒറ്റ ഹദീസ് നിഷേധിക്കുക വഴി അയാൾ മുഹമ്മദ് ഷഹാദത്ത് കലിമയുടെ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി നിഷേധിച്ചവൻ. നിസ്സാരമല്ല. എന്റെ വാക്ക് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതിലെ തലമൂത്ത വിശ്വപ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലെ കൃത്യമായ ദീനിന്റെ പരാമർശങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒരൊറ്റ ഹദീസ് സഹിഹായത് നിഷേധിക്കുന്നതോടുകൂടി അയാൾ മുഹമ്മദ് നബിയുടെ മുഴുവൻ ഹദീസുകളെയും നിഷേധിച്ച് കാഫിറായി. ഇനി ഞാൻ വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ പറഞ്ഞുതരാം. ആ വചനത്തിന്റെ തഫ്സീറുകൾ നിങ്ങൾ ശരിക്കും നോക്കണം. നിങ്ങൾ ശരിക്കും നോക്കണം, നോക്കി പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസാ. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ. നിഷേധത്തിന്റെ ലാമ 2 തവണ ആവർത്തിച്ചിട്ടുള്ളത് പറയാണ്. ഫലാ വറബ്ബിക്, അല്ലാഹുവാണ് സത്യം. ലാ യുഅ്മിനൂൻ, നിങ്ങൾ സത്യവിശ്വാസികളാവുകയില്ല. ലാ യുഅ്മിനൂൻ, അല്ലാഹ് നിന്റെ നാഥനെ തന്നെയാണ് സത്യം. നിങ്ങൾ വിശ്വാസിയാവൂല. ഏതുവരെ? ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ വിധിക്കുക, ഒരു കാര്യത്തിൽ അമ്ര പുറപ്പെടുവിക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിൽ ചൊറിച്ചിലുണ്ടാകുക. അങ്ങനെ ചൊറിച്ചിലുണ്ടായാൽ എങ്ങനെയെന്നറിയോ? അതോടെ മനസ്സിലായിക്കൂടെ? ഒരാള് ബുഖാരിയിലെ ഹദീസ് അംഗീകരിച്ചു, പക്ഷെ അയാളെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുക. എങ്ങനെ? എന്നാലും നബി ഇങ്ങനൊരു ഹദീസ് പറഞ്ഞു കളഞ്ഞു, അതുകൊണ്ട് ഞാൻ പെട്ടു എന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചാൽ പോലും അയാൾ കാഫിറാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? ആയത്തിന്റെ അവസാനം നോക്കി, നിന്റെ വകയല്ല കേട്ടോ. നിങ്ങൾ പറയും ഞാൻ തീവ്രവാദം പറഞ്ഞു, ഭീകരവാദം പറഞ്ഞു, കൂടിപ്പോയി, ആരെയൊക്കെ കണ്ടിട്ട് കാഫിറാക്കി എന്നൊക്കെ. അല്ല, നിങ്ങൾ ആയി പോകരുത് എന്നുള്ളതുകൊണ്ട് പറയാണ്. കുഫറിലാണെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാൻ സമയമുണ്ട് എന്ന് പറയാനാണ്. മനസ്സിലായോ? അതിനുള്ള അവസരമുണ്ട്. മരണത്തിന് മുമ്പ് അത് ചെയ്യണമെന്ന് പറയാനാണ്. അല്ലാഹ് ഇവിടെ പറഞ്ഞു, ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സമ്പൂർണമായി ആ ഹദീസിനെ അയാൾ കീയൊതുങ്ങണം. ടോട്ടൽ അയാളുടെ മനസ്സിൽ ഒരു ശക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ അയാൾ യഥാർത്ഥ വിശ്വാസിയാവും. അല്ല പണ്ടാരടങ്ങായി താടി നീട്ടാൻ ഹദീസ് പറഞ്ഞുകൊണ്ട് കുടുങ്ങി. നിഷേധിക്കാനും വയ്യ, നിഷേധിച്ച ഹദീസ് എന്തായാലും സംവാദം നടത്തിയിട്ട് ജയിക്കുകയില്ല, സംഗതി ഉണ്ടാനും എന്ന് തോന്നുക. മാറിടത്തിലേക്ക് താഴ്ത്തിയതെന്ന് പറഞ്ഞ് ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്. എന്നാലും മനസ്സിലൊരു ചൊറിച്ചിൽ, എന്നാലും കഴുത്തുകൂടെ ചിറ്റാൻ സമ്മതിച്ചില്ല എന്നൊരു പെണ്ണിനെ തോന്നിയാൽ
പോയി കാര്യം. ഇത് വെറുതെ പറയല്ല. നിങ്ങൾക്ക് ലോകത്ത് കിട്ടാവുന്ന ഈ ആയത്തിന്റെ 4-ാം അധ്യായം 65 തഫ്സീർ നിങ്ങൾ പരിശോധിക്കാം. തീർന്നില്ല. അടുത്ത ആയത്ത് കേട്ടോളിട്ടോ. കുറച്ച് കാഠിന്യമുള്ളതാണ്, ഇത്ര ഗൗരവപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ. സൂറത്തു ആൽ ഇംറാനിലെ 31-32 വചനം. അതിൽ 32-ാമത്തെ വചനമാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂസ് ക്ലിയർ ആവും, ആ തുടർച്ച ക്ലിയർ ആവണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖുൽ അത്തിഉല്ലാഹ വറസൂല ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ആയത്ത് ശരിക്കും നോക്കണേ. അല്ലാഹുവിനെ അനുസരിക്കാൻ പറഞ്ഞ നബിയെ, റസൂലുള്ളാഹിനെ അനുസരിക്കാൻ പറഞ്ഞ നബിയെ, ഫഇൻ തവല്ലൗ ഒരു ഹദീസ് കാണിച്ചു. ഇതാ റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു. സഹീഹ് ബുഖാരി. ഇതാ കണ്ടോളി, കാണിച്ചു. ഞാൻ തട്ടിക്കളയുന്നു എന്നാണ് നമ്മളെ കരിമ്പുലി പറഞ്ഞു. കരിമ്പിലാക്കൽ പറഞ്ഞു. ഞാൻ തട്ടിക്കളയുന്നു. ഓൻ ആര്? ചുമരെഴുതിയിരുന്ന ചെങ്ങായി. മുജാഹിദ് ഉസ്താദിന്റെ സമ്മേളനത്തിന് ചുമരെഴുതി വെക്കനാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ആരും മനസ്സിലായിണ്ടോ? അതിന് കുഴപ്പമില്ല, എന്നാലും ആലിമാലോ ആവാ. പക്ഷെ അത് മറന്നു വരുന്നു, വന്ന വഴി മറന്നു വരുന്നു. ബുഖാരി ഇമാമിനെ വിമർശിക്കാൻ മാത്രം ഞാൻ കേമനയിൽ ബുഖാരി ഇമാമിനെ വിമർശിച്ച മുഅ്മിനായ ഒരു മനുഷ്യന് ലോകത്തില്ല, നിങ്ങളല്ലാതെ. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഏതൊരു സമൂഹത്തിന്റെ മുതസിലിയാക്കളുടെ വഴി സ്വീകരിച്ച ആളുകളില്ലേ, ഇന്നും അത് സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ചില ആളുകൾ ഇല്ലേ? ആ ആളുകൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കാനാണ് ഇനി ഞാൻ പറയുന്നത്. വളരെ ഗൗരവമായി നിങ്ങൾ ആലോചിക്കാം. ഒരു ഹദീസ് നിഷേധിക്കുക വഴി ഒരു ഹദീസ് സഹിയായിട്ട് അവനെ കാണിച്ചു കൊടുത്തിട്ട് ഒരു ഇസ്ലാമിക ലോകം ഒരു ഹദീസ് സഹിയായുള്ള മാനദണ്ഡം ബുഖാരിയിലെ സീർ ബാധിച്ചു എന്നുള്ള ഹദീസ് ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള ഹദീസൊക്കെ സ്വീകാര്യമാണെന്നാണല്ലോ. സീർ ബാധിച്ചു എന്നുള്ള ഹദീസ് നിങ്ങൾ സ്വീകരിക്കണില്ല, ബാക്കിയുള്ള സ്വീകാര്യ. ഈ ബാക്കിയുള്ള സ്വീകാര്യാകാനുള്ള എല്ലാ മാനദണ്ഡവും നബിക്ക് സീർ ബാധിച്ചു എന്നുള്ള ഹദീസിനുണ്ട്. അത് തള്ളിക്കളയാമെങ്കിൽ അതേ മാനദണ്ഡത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ബാക്കി ഹദീസിന്റെ സ്ഥിതി എന്താ? ബാക്കി ഹദീസിന്റെ സ്ഥിതി എന്ത്? അത് വളരെ പ്രധാനമാണല്ലോ. ഏതൊരു ഹദീസും സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡത്തോടുകൂടി പൂർത്തിയായ ബുഖാരി ഇമാമിന്റെ ഹദീസിലെ നേരത്തായ സീർ ബാധിച്ചു എന്നുള്ള ഹദീസ് പറ്റൂല എന്നും നേരെ മേലെ പറ്റെന്ന് പറയാൻ എന്തു മാനദണ്ഡം? മറുപടി പറഞ്ഞേ പറ്റും. അതിനൊന്നും മറുപടിയില്ല, ഒന്നും മറുപടിയില്ല. അല്ലെങ്കിൽ ദീനിയായി പ്രമാണബദ്ധമായ ചോദ്യത്തിനൊന്നും മറുപടിയില്ല. അത് വേറെ വിഷയം. ഇവർക്കൊക്കെ വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. ഇവർക്കൊക്കെ വേറുള്ള ഉദ്ദേശം ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞുതരാം. തെമ്മാടിയായിട്ട് ജീവിക്കണം, താടിയൊക്കെ പഠിച്ച് നിരയാണ്ട മേലെ തുണിയൊക്കെ ആക്കി സിനിമയൊക്കെ കണ്ട് ക്രിക്കറ്റും ഒക്കെ കളിച്ച് ഇടയ്ക്ക് എവിടെങ്കിലുമൊക്കെ കയറി കാട്രായിയൊക്കെ അടിച്ച് അങ്ങനെ ജീവിക്കണം ഒരു അടുത്ത കാലത്ത്. നിങ്ങൾ നോക്കിക്കോളൂ, ഇങ്ങനെ വാദിച്ചു തുടങ്ങിയവരൊക്കെ ഒടുവിൽ പിഴച്ച് മൂരാച്ചി പിഴവിലായി മരിക്കല. ചേകന്നൂർ മൗലവി ജാമിയ നദിവിയല്ലേ ഇപ്പൊ നമ്മൾ പലരെയും സ്നേഹിക്കുന്ന പോലെ അവിടുത്തെ വലിയ നേതാവായിരുന്നു. ഇപ്പൊ പല ആളുകളും വലിയ നേതാക്കന്മാരാണ്. അതുപോലെ ജാമ്യയിലെ വലിയ നേതാവായിരുന്നു ആര് 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 ചേകന്നൂർ മൗലവി. മാത്രമല്ല മുജാഹിദുകള് മുഖാമുഖത്തിലും വാദപ്രതിവാദത്തിലും ചേകന്നൂർ മൗലവിക്ക് 1-ാം സ്ഥാനം. ചേകന്നൂർ അത്ര വാചാലനും കഴിവുള്ളവനും പാണ്ഡിത്യമുള്ളവനും അറിഞ്ഞവനും ഒക്കെ അല്ലേ? നിങ്ങൾക്കറിയാലോ, ഇക്കേ മറുഭാഗത്ത് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയില് മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള ചർച്ചയില് ഇതുപോലെ സ്റ്റേജ് അപ്പുറത്ത് സ്റ്റേജ് ഇപ്പുറത്ത് ഒറ്റ ചോദ്യം, മെന്നെ വളർത്തി ഉണ്ടാക്കുന്നതിനൊക്കെ സക്കാത്ത് കൊടുക്കണമെന്ന് മുജാഹിദുകൾ ഇവിടുന്ന് ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോ കളിയാക്കിക്കൊണ്ട് ഇക്കേ അപ്പൊ വളർത്തി ഉണ്ടാക്കുന്ന താടിക്കോ മൗലവീൻ. ഉടനെ തന്നെ ചേകന്നൂർ ചാടി എണീച്ച്, മുസ്ലിയാരെ നിങ്ങളെ പോലെ വരുമാനമുള്ള താടിയാണെ അതിനും കൊടുക്കണോ? നിങ്ങളുടെ താടി വരുമാനം ഉണ്ടാക്കാനുള്ള താടിയാണോ? അതിനും കൊടുക്കണോ? ചേകന്നൂർ അത്ര ജീനിയസ് ആയിരുന്നു. അവിടെ നിന്ന് ഇക്കേ പുതിയ ഹദീസ് മൂപ്പര വക ഉണ്ടാക്കി ഓതി സൽസില്. കാരണം പൊട്ടന്മാരുള്ള അന്നൊന്നും ആക്കവുന്നു ഹദീസ് ഉണ്ടാക്കി ഓതിയപ്പോ മുജാഹിദ് പണ്ഡിതന്മാർക്ക് പകച്ചിങ്ങനെ നിൽക്കുകയാണ്. ചേകന്നൂർ പോലെ ചാടി എണീച്ച് വേറൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞ് ഇക്കേ ഉദ്ധരിച്ച ഹദീസിന്റെ താഴെയുള്ള ഹദീസ് അത്. കാരണം എന്താക്കും മനസ്സിലായി, മൂപ്പർ ഉദ്ധരിച്ചു ഹദീസിലില്ല, അതിന്റെ താഴെ അതുമില്ല എന്ന് ആർക്ക് മനസ്സിലായി? മറുഭാഗത്തുള്ള മൂപ്പരത് ഒരു സ്റ്റോപ്പാക്കും. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ജീനിയസായി എന്ന് വിചാരിച്ച ഒരാളാണ് പിന്നെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് നിഷേധിച്ച് പച്ചക്കാപ്പറായി. പിന്നെ എവിടെ പോയി എന്ന് പോലും ഉസ്താദിനെ അറിയട്ടോ. കേരള യാത്ര നടത്തുന്ന ഉസ്താദിനെ അറിയാം എവിടെ പോയിന്ന്. ഞമ്മക്കാർക്കും അറിയില്ല, ഉസ്താദിനെ അറിയും, CBIക്കും അറിയാം. ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പള്ളക്ക് കുത്തു കിട്ടിയപ്പോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ വസ്തുത ഇവരൊക്കെ ഇനി ഇങ്ങനെ ആലോചിച്ചോ,
CN അഹ്മദ് മൗലവി, അവരെല്ലാം അതേ ജാമ്യ തന്നെയായിരുന്നു സുല്ലമി, ഇടവണ്ണ സുല്ലമി. മനസ്സിലായി? ഇങ്ങനെ കുറച്ച് കാലെടുക്കും. ഇനി ഇപ്പൊ ഉള്ളവര് അടുത്ത സുല്ലമിന്റെ പട്ടികയിൽ ഇങ്ങനെ നോക്കും. അതൊരു ദുരന്തമാണ്. അത് എന്നും സംഭവിക്കാൻ പോണ കാര്യമാണ്. അത് എന്നും സംഭവിക്കുന്നതാണ്. അത് നമ്മൾ എപ്പോഴും കാണുകയും വേണം. നിങ്ങള് ഹദീസിനൊക്കെ ചോദ്യം ചെയ്ത് തുടങ്ങുന്നവന്റെ ഭാവി നിങ്ങളൊരു മുൻകൂട്ടി കണ്ടോളി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവന്റെ ഭാവി നോളം പോലെ ഭാവി അതാ. അല്ലാന്റെ റസൂലിനെതിരെ സംസാരിച്ചു തുടങ്ങിയവനൊക്കെ അള്ളാഹ് ശിക്ഷിച്ചിട്ടുണ്ട്. ഓൻ അള്ളാഹ് പിഴപ്പിച്ചിട്ടേ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഓൻ അന്നാക്കിയിട്ടില്ല. നിങ്ങൾ ആരെയോ ഹദീസിനെ നിഷേധിച്ചും നബിക്കെതിരെ സംസാരിച്ചും ജനങ്ങൾക്കിടയിൽ സംശയം സൃഷ്ടിച്ചും ഏതൊരുത്തൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടോ ഓനെ ഈ ഉമ്മത്തുനിന്ന് വേർപെട്ടു പോയിട്ടേ. ഓനെ എന്നും ജനങ്ങൾ വെറുത്തിട്ടേ. ഓനെ കാണുമ്പോൾ തന്നെ ജനങ്ങൾ ഓടി ഒളിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവാൻ പോവുകയാണ്. അത്രയും കാരണം അറിയോ, പണ്ട് കാലത്ത് ഒരു ഹദീസ് വിശേഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അയാളുള്ള നാട്ടിൽ നിന്ന് ഒരു വ്യക്തി മറ്റൊരു നാട്ടിലെത്തി ഏതെങ്കിലും കാലത്തൊക്കെ അറിയാം. ഇതിപ്പോ അയാൾ നിഷേധിക്കാൻ വേണ്ടി നാവ് പൊന്തിക്കുമ്പോഴേക്ക് നമ്മൾ ഇവിടെ കണ്ടിട്ട് അയാൾ നിഷേധിച്ച്. അത്ര ലോകം ഡെവലപ്പായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അറിയുക വളരെ പ്രാധാന്യത്തോടു കൂടി കാണണ്ട. ഇപ്പൊ അമ്രി എന്ന് പറഞ്ഞല്ലോ ഞാൻ, റസൂലുള്ളാഹിന്റെ കൽപ്പന, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യഖൂല ലഹുമുൽ ഖീറത്തു മിൻ അംരി വമൻ യഹ്സില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഖുർആനിലെ 33-ാം അധ്യായം 36-ാമത്തെ വചനം. ആയത്ത് പറയുന്ന കാര്യം എന്താ അറിയോ, ഒരു സത്യവിശ്വാസിനിക്കാവട്ടെ, ഒരു പെണ്ണാവട്ടെ, ഒരാണാവട്ടെ, വിശ്വാസിയായ ആണാവട്ടെ, വിശ്വാസിയായ പെണ്ണാവട്ടെ, അവർക്ക് പാടില്ല തന്നെ എന്ത്, അല്ലാഹു റസൂൽ ഒരു കാര്യത്തിൽ അമ്ർ പുറപ്പെടുവിച്ചാൽ, കൽപ്പന പറഞ്ഞ പിന്നെ സ്വന്തം ഇഷ്ടം, പിന്നെ എന്ത് തന്നിഷ്ടം പാടില്ല. തന്നിഷ്ടം പിന്നെ ആർക്കും പാടില്ല. അങ്ങനെ ആരെങ്കിലും തന്നിഷ്ടം പിൻപറ്റിയാൽ തീർച്ചയായും വ്യക്തമായ വഴികേടിലാണ്.